ഒറ്റ മോനുള്ള ഉമ്മമാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഒറ്റ മോനായിരിക്കും, നിങ്ങൾ ഓവറായിട്ട് കൊഞ്ചിച്ച് വളർത്തുന്നതായിരിക്കും, പക്ഷേ അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ പലരും മനസ്സിലാക്കണം. അതേ ഫ്രണ്ട്സ്, 2 ദിവസം മുമ്പ് ഒരു ആലോചന വന്നു ഇവിടെ. അപ്പോൾ ഒറ്റ മോനുള്ള ഒരു വീട്ടിലേക്കായിരുന്നു എൻ്റെ മോളെ കെട്ടിച്ചത്. അത് എന്നിട്ട് ഡിവോഴ്സായി. എന്താ കാരണം, ഒറ്റ മോനായനെന്താ പ്രശ്നം? ഒറ്റ മോന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഈ കെട്ടുന്ന ഈ ഒരു യുവാവ് ഭാര്യയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ, ഭാര്യ പറയുന്നത് കേൾക്കണ്ടേ? അതില്ല, ഉമ്മ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ, ഭാര്യയ്ക്ക് അവിടെ ഒരു വിലയും ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഉമ്മ പറയുന്നത് കേൾക്കണം. രണ്ടാളും 2 തട്ട്, ഉമ്മാൻ്റെ തട്ട് തന്നെയാണ് എപ്പോഴും താണിരിക്കുക. പക്ഷേ ഭാര്യയ്ക്കുള്ള ഇമ്പോർട്ടൻസ് ഭാര്യയ്ക്ക് കൊടുക്കണം. അത് ചിലപ്പോൾ മകനിക്ക് കൺഫ്യൂഷൻ ആവും എന്താ ചെയ്യേണ്ടതെന്ന്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ് അതിൽ മുൻകൈ എടുക്കേണ്ട. മോനെ, നിൻ്റെ ഭാര്യനോട് കൂടി നീ ചോദിക്കണം, അതിൻ്റെ ഭാര്യയാണ്, ഇനി എല്ലാം എന്നോട് തന്നെ അല്ല പറയേണ്ടതെന്ന് ഉമ്മമാർ മക്കളോട് പറഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്. മക്കൾ ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്ക് ഉമ്മക്ക് വിഷമാവുമെന്ന് വെച്ചാൽ എപ്പോൾ ആൺകുട്ടികൾക്ക് ഉമ്മമാരോടൊരു പ്രത്യേക സ്നേഹം തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഉമ്മമാർ ശ്രദ്ധിക്കണം. ഉമ്മമാർ എന്നോ പറയണം, എന്ത് ഭാര്യയല്ല, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങളും ഒരു ഭാര്യയായിരുന്ന മുമ്പ്, നിങ്ങൾ ഭർത്താവിന് ഉമ്മ ഉണ്ടായിരുന്നു, പെങ്ങന്മാരുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് നിങ്ങളെ മകൻ്റെ ഭാര്യയും ആഗ്രഹിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് വല്ലാത്തൊരു പല രീതിയിലുള്ള ഡിവോഴ്സ് കേസുകൾ നമ്മൾ കണ്ടിരിക്കും. പക്ഷേ ഒറ്റ മോനായ വീട്ടിലേനും കല്യാണം കഴിച്ചത്, അതുകൊണ്ട് അവിടുത്തെ സാഹചര്യമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് ഡിവോഴ്സായി എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരന് യാതൊരു ബുദ്ധിമുട്ടും വേറെ ഇല്ല. അവൻ ഓക്കെയാണ്, നല്ല എഡ്യൂക്കേറ്റഡാണ്, സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ റെസ്പെക്റ്റ്, ഭാര്യയ്ക്കുള്ള പരിഗണന കൊടുക്കുന്നില്ല. ഈ പരിഗണന എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മൾ കല്യാണം കഴിക്കുന്ന ഭാര്യയ്ക്ക് ഏറ്റവും എന്ത് കാര്യങ്ങളും വന്ന് പറയാനും അവർക്ക് എപ്പോൾ ഒരു താങ്ങും തള്ളലായിട്ടുള്ള ആളാണ് അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്, അല്ലേ? ഹസ്ബൻഡിൽ നിന്നത് കിട്ടിയിട്ടില്ലെങ്കിലാണ് പലരും ഒളിച്ചോട്ടങ്ങളും മറ്റുള്ള സ്നേഹങ്ങളൊക്കെ തേടിപ്പോകുന്നത്. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്നേഹനിധിയായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ വിഷയങ്ങൾ കുറവായിരിക്കും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എന്തും തുറന്ന് പറയുക, 24 മണിക്കൂർ ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുന്നൊന്നുമല്ല സ്നേഹം എന്ന് പറയുന്നത്. തുറന്ന് പറയാനുള്ളൊരു സ്പേസ്, നമുക്ക് നിങ്ങൾ ഇന്നത് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഭാര്യയ്ക്കും, ഇനി അങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഭർത്താവിന് പറയാനുള്ളൊരു ഫ്രീഡം വേണം, ആ ഒരു സ്പേസ് വേണം. അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ അവളെന്ത് വിചാരിക്കൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എനക്കടി കിട്ടുമോ, അങ്ങനെ ഇതാകുമ്പോഴാണ് പറയാതിരുന്ന്. അപ്പോഴാണ് അത് പറയാൻ നമ്മൾ വേറെ ആളുകളെ കണ്ടെത്തുക. അപ്പോൾ വേറെ ആളുകളോട് നമ്മളത് പറയുമ്പോൾ അവരത് മുതലാക്കുന്ന ആളുകളാണെങ്കിൽ അത് പിന്നീട് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. എപ്പോഴും എന്ത് കാര്യവും നമ്മളെ പാർട്ട്ണറോട് തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ നിങ്ങളോട് പറയുമ്പോൾ അവർ കാണും, ഇവരെ വെച്ച് എനക്കങ്ങനെ നല്ല രീതിയിൽ ഇതൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. നിങ്ങൾ 100% വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ അത് സേഫ്റ്റി ആരും അറിയാതെ അവിടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പറയുന്ന ആൾ ചിലപ്പോൾ നിങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത് നിങ്ങൾക്കറിയോ? അവരെ ഫ്രണ്ട്സിനോട് പറയൂല, നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും. അപ്പോൾ നിങ്ങളെ പാർട്ട്ണർ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള പറയുമ്പോൾ ചെറിയ ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും അവർക്ക് നിങ്ങളോട് റിയൽ ലവ് തന്നെയായിരിക്കും. അവർ നിങ്ങൾക്ക് തരുന്ന ഇമ്പോർട്ടൻസ് വേറെ ആൾ തരണമെന്നില്ല. പക്ഷേങ്കിൽ പാർട്ട്ണർമാരോട് പറയാനുള്ളത്, പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയും ഇല്ല. നമ്മൾ എത്ര സ്നേഹം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കണം. നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പുറമേ ദേഷ്യം കാണിക്കുന്ന ആൾക്കാർ ഉള്ളു ഭയങ്കര പ്യുവറാണെന്നൊന്നും മറ്റു കാര്യമില്ല. അതൊക്കെ പ്യുവറായിരിക്കും, പക്ഷേ അത് കാണിക്കുക തന്നെ വേണം. അത് നമ്മൾ പഠിക്കണം, സ്നേഹം പ്രകടിപ്പിച്ച് പഠിക്കണം. നമ്മൾ ഈഗോ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല. ഭാര്യേൻ്റെ മുമ്പിൽ ഞാൻ താണു പോകുമെന്നുള്ള ഒരു ഈഗോ ഉണ്ടാകും നമുക്ക്. ആ സാധനം ബ്രേക്ക് ചെയ്യണം. ചെറിയ ജീവിതമുള്ളൂ, അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നീടേക്ക് വെക്കുന്ന കാര്യങ്ങൾ പിന്നീട് നിറവേറ്റാൻ നമ്മളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഇല്ലേ? ഉള്ള ജീവിതം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഉമ്മമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. എൻ്റെ മക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പറ്റ ഉമ്മമാരുണ്ട്. ഒരുപാട് ഉമ്മമാർ കരഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട്, മോനെ ആരെങ്കിലും ഉണ്ടോ, സാമ്പത്തികം പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല എന്ന്. പണ്ട് അങ്ങനെയൊന്നും അല്ലേനും, പണ്ട് നിബന്ധനകളതിനും ഒരുപാട്. അപ്പോൾ അന്നേരം പെൺകുട്ടികൾ പുരയിൽ നിന്ന് വയ്ക്കും. പല വീട്ടിലും ഒലിക്ക് സ്ത്രീധനം ഇല്ലേനും അതില്ലേനും ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ബുദ്ധിമുട്ടിയതുണ്ട്. ഇപ്പം നേരെ തിരിച്ചാണ്, ഒന്നും പ്രശ്നമില്ല, ഞങ്ങൾ ഡിവോഴ്സ് ആണെങ്കിലും കുട്ടിയുണ്ടെങ്കിലും ഞങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആദ്യ വിവാഹമുള്ള മക്കളുടെ പേരൻസും അവരും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെൺകുട്ടികൾക്ക് മുമ്പത്തെ ആളുകളുടെ ജീവിതം കണ്ട് വല്ലാത്ത ടെൻഷനും പേടിയുമായിപ്പോയി. വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ടെൻഷനാകുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നല്ല രീതിയിൽ കഴിയുന്ന ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അത് പലരും കാണുന്നില്ല. ഈ ന്യൂസിലൊക്കെ കാണുന്നത് ഒളിച്ചോട്ടങ്ങൾ, ആത്മഹത്യ, കൊലപാതകം മാത്രമാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ എവിടെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്?
അടിപൊളിയായിട്ട് ജീവിച്ചിട്ട് രണ്ടാളും കൂടി അച്ചീവ് ചെയ്ത് രണ്ടാളും വലിയ ഉയരത്തിലെത്തിയ കപ്പിൾസ്, അങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി ഇനിയൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ടത്. ഈ നെഗറ്റീവ് ഇങ്ങനെ കണ്ട് ഇവരുടെ മനസ്സിൽ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകരമായ സംഭവമാണെന്നുള്ള ഒരു സംഭവമാണ് ഈ സൊസൈറ്റി ഇങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ടാണിപ്പോൾ പെൺകുട്ടികളോട് തന്നെ ഒളിച്ചോടുന്നത്, ആൺകുട്ടികൾ അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടമായത്. നമ്മളെ കുറച്ച് മുമ്പൊക്കെ അങ്ങനെയുള്ള ഉണ്ടായിരുന്നോ, വളരെ റെയറായിട്ട് എവിടെയൊക്കെയോ കേൾക്കുന്ന സംഭവം ഇന്ന് നമ്മളെ നാട്ടിൽ വരെ ആ രീതിയിലായിപ്പോയി. ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുക, അങ്ങനെ സ്കൂളിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് ഈ വലിയ അമ്മായിയമ്മേൻ്റെ വിഷയമൊന്നും ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റൂല. അത് ഈ അമ്മായിയമ്മമാരൊക്കെ ഒറ്റ മോനുള്ള ഉമ്മമാരൊക്കെ അത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളെ മോനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് നിങ്ങളെ മരുമക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഇതൊക്കെ ഒന്നോ രണ്ടോ എടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ളിടത്ത് കല്യാണമേ കഴിക്കരുത് എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ ഒറ്റ മോനുള്ള വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മടിയാണ്, ഒറ്റ മോനുള്ള വീടാണോ ഞങ്ങൾ പോവുകയല്ലേ, അമ്മേൻ്റെ മോന് മംസ് ബോയ് എന്ന് പറയുമല്ലോ, അങ്ങനെ എന്തൊക്കെയോ വിളിപ്പേരുകളുണ്ട്. അങ്ങനെയുള്ളിടത്ത് ആൾ കല്യാണം കഴിക്കൂല, ദേഷ്യം പിടിക്കുന്നവൻ, അങ്ങനെ എന്തൊക്കെയോ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിലൊക്കെ കാണാം. യെസ് എന്നിട്ട് കല്യാണം കഴിക്കുന്ന കുറേ കാറ്റഗറി അറിയും, എല്ലാത്തിനും യെസ് എന്ന് അറിയും, ഒറ്റ മോനുള്ള അമ്മ നോ, അങ്ങനെയൊക്കെ ആണ് പ്രചരിക്കുന്നത്. അതിൻ്റെ കാരണം ഒന്ന് രണ്ടിടത്തിൽ നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. എല്ലാ അമ്മമാരും അങ്ങനെയൊന്നുമല്ല, ഒറ്റ മോനുള്ള എല്ലാ അമ്മമാരും അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ ഒറ്റ മോന് ഉള്ള വീടുകളിലൊന്നും കല്യാണാലോചന നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. ഇതേ സാധനം ഒരു മോള് മാത്രമുള്ള വീട്ടിലും ഇതേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം അമിതമായ ലാളിച്ച് വളർത്തുമ്പോൾ ഈ വീട്ടിലെത്തുമ്പോൾ അവർക്ക് അതേപോലെ എല്ലാണ്ടാകുമ്പോഴുള്ള കുറേ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അതും പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ്. ഒറ്റ മോളിലിടുന്ന് കല്യാണം കഴിച്ചാൽ ഒരിക്കലും പിന്നെ ലാളന കൂടുതലായതുകൊണ്ട് ഇതായിരിക്കും എന്നൊക്കെ. അതൊക്കെ റെയർ കേസാണ്, ഒന്ന് രണ്ടിടത്തിൽ നടക്കുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ ഈ രീതിയിലാണ് അതിൻ്റെ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളെ മക്കൾക്കൊക്കെ കല്യാണം റെഡിയാവാതിരിക്കുന്നത്. നല്ല സക്സസ്ഫുള്ളായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അല്ലാണ്ട് എപ്പോഴും വിവാഹ ജീവിതം എപ്പോഴും ഫ്ലോപ്പാണ് എന്നുള്ള സാധനം ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കുട്ടികളുടെ മൈൻഡൊക്കെ മാറി ഒരു വേറെ രീതിയിലൊക്കെ ആയിപ്പോയിട്ട് പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വിവാഹ ജീവിതം എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രൊട്ടക്ഷനും ഇതും തന്നെയാണ്. നമുക്ക് ഒരു സ്ത്രീകൾ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ എന്തിലായാലും വിൽ പവറിലായാലും അവരുടെ ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്യുന്നതിലായാലും ഇമോഷണലായാലും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആണിന് ഒരു പെണ്ണ് നിർബന്ധമാണ്, ഒരു ഭർത്താവ് നിർബന്ധമാണ് ഒരു സ്ത്രീക്ക്. അതങ്ങനെയല്ല എന്നൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പുരുഷൻ കടന്നു വന്നിട്ടില്ല എന്ന് അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു സുഹൃത്തായിട്ടോ അല്ലെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളായിട്ടെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ അത് ഭർത്താവല്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ വിഷയം. അതൊന്നും നിലനിൽക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. ഒരു ഹസ്ബൻഡ് ആകുമ്പോൾ അവരുടെ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുമ്പോൾ അതെപ്പോൾ നിലനിൽക്കുന്ന, നമുക്ക് എപ്പോഴും നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതിലും ചില സ്വരവ്യത്യാസങ്ങളൊക്കെ എല്ലാ കുടുംബജീവിതത്തിലും ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വിവാഹ ജീവിതം എന്തോ വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മളൊക്കെ വിവാഹം ജീവിച്ച് എന്തോ ഒരു വലിയ പ്രശ്നത്തിലാപ്പെട്ട് പോയിട്ടൊന്നുമില്ല. തമാശക്ക് വരെ ഞാൻ പെണ്ണ് കെട്ടി കുടുങ്ങി എന്നൊക്കെ ഓരോരുത്തർ പറയും. എന്ത് കുടുങ്ങിക്കണ്ടേ, ഡിവോഴ്സ് ചെയ്ത് പോകരുതോ, എന്നിട്ട് ഒരു ഡിവോഴ്സ് ചെയ്യുന്നുണ്ടാ ഓല് നല്ല മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ചെയ്യും. തമാശക്ക് ഇങ്ങനെ പറയും പെണ്ണ് കെട്ടി കുടുങ്ങി. ആ ഒരു ഡയലോഗ് പോലും നമ്മൾ പറയരുതെന്നാണ് ഞാൻ പറയുള്ളൂ. തമാശക്ക് പോലും അങ്ങനെ. ഇപ്പം ഞാൻ പോലും ചില സമയത്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ ആയിപ്പോയി. പെണ്ണെട്ടി നമ്മൾ കുടുങ്ങി, ഇന്നെ കെട്ടി ഞാൻ പെട്ട്, അതൊക്കെ പറയുന്നതൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരും. അപ്പോൾ അതെന്തോ ഒരു പ്രശ്നമാണ്. അതിപ്പോൾ നമ്മളതിന് നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ഓല് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും അത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒറ്റ മോനുള്ള അമ്മമാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മോനെ എത്രത്തോളം സ്നേഹിക്കുന്നു അതേപോലെ തന്നെ വരാൻ പോകുന്ന പെൺകുട്ടീനെ സ്നേഹിക്കണം. ഒന്നും അമിതമാവരുത്. എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുക്കണം. സ്വന്തം മക്കളാണെങ്കിൽ ഒരു ബോർഡർ വെക്കണം. നമ്മൾ പറയുന്നതേ അവർ കേൾക്കാവൂ. നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തരേണ്ടത് എന്ന് അങ്ങനെ വിചാരിക്കരുത്. അവരുടെ ഭാര്യയ്ക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർ ചിലപ്പോൾ നിങ്ങളെ കൂട്ടാണ്ട് ഭാര്യേൻ്റെ കൂടെ ടൂർ കൊണ്ട് അങ്ങനെയല്ലേ പോകണ്ടേ. ഉമ്മയായിട്ട് ഫാമിലി ടൂർ വേറെ പോവാം. പക്ഷേ അവരായിട്ടുള്ള അവരുടെ നിമിഷങ്ങളുണ്ടല്ലോ, അതേപോലെ നിങ്ങളും നിങ്ങളെ ഭർത്താവുമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.
അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും അവരെ കാണുമ്പോൾ നമ്മളെ ജീവിതമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഞാനും അങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ളൊരൊറ്റ ചിന്ത മതി അവരോട് നമുക്ക് ദേഷ്യം തോന്നാതിരിക്കാൻ കേട്ടോ. അതാരും ചിന്തിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഒരുപാട് ലോങ് ആയിട്ട് പറയാനില്ല. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളെ ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോപരമായിട്ട് കല്യാണം നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ നമ്പറൊക്കെ കൊടുക്കാം. വിവാഹ വീഡിയോ എടുത്ത് കല്യാണം നോക്കുന്നത് എന്തോ വലിയൊരു തെറ്റൊന്നുമല്ല. അതാദ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ പല വഴി നോക്കിയിട്ട് കല്യാണം റെഡിയാവുന്നില്ലെങ്കിൽ ഇതും ഒരു വഴിയാണ്. 100% കല്യാണം അങ്ങ് നടക്കും എന്നുള്ളതല്ല, പക്ഷേ ഇതൊരു വഴിയാണ്. അതായത് ഒരാളുടെ ക്യാരക്ടറും അയാൾ ജോലി ചെയ്യുന്ന സ്ഥലം, അയാളുടെ വീട്, പരിസരം എല്ലാം കാണിച്ചിട്ട് ഇതൊക്കെയാണ് ഇവർക്ക് പറ്റിയ ഒരാൾ വേണം എന്ന് നമ്മൾ സൊസൈറ്റിനോട് പറയുമ്പോൾ അങ്ങനെ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളും, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളും. അപ്പോൾ ഇതൊരു വഴിയാണ്. ആ ഒരു വഴിയിലൂടെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. നമ്മൾ ഈ വഴി ഒരുപാട് പേരുടെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്, അതുപോലെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകാം നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടോ. വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ.